1950 റബ്ബർ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് ടയർ വ്യവസായികൾക്ക് റബ്ബർ ലഭ്യമാക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ അവരതിനകത്ത് പറയുന്നുള്ളൂ. പക്ഷെ അത് ഈ 75 വർഷമായിട്ട് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചതിവും വഞ്ചനയും. ഇവിടെ ഇപ്പോൾ മേടിക്കുന്ന ഇവിടുത്തെ റബ്ബർ മുഴുവൻ മേടിക്കുന്നത് MRF പോളായ്മ 70 ലോഡ് 80 ലോഡ് പെർ ഡേ മേടിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സിയറ്റ്, ജാക്ക സിയറ്റ്, ഡെള്ളപ്പ, കുട്ടികളെ, ബിർള, ബ്രിസ്റ്റോൺ ഇവരൊക്കെ 30, 20, 15 ഒക്കെ ലോഡേ മേടിക്കുന്നുള്ളൂ ഡെയിലി. അപ്പോൾ ഏറ്റവും കൂടുതൽ വില പറയുന്നവന് ആണ് വില നിശ്ചയിക്കുന്നത്. അതെന്നും ഒരാളാണ്. അല്ലെങ്കിൽ 60 രൂപ എന്നൊരു വില പറഞ്ഞാൽ 61 എന്ന് പറയാൻ ആളില്ല. ഇതാർക്കറിയാമെന്നറിയോ? അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം, ഗവൺമെന്റിന് അറിയാം. അവരെല്ലാം മനോരമ പറയുന്നു, ഗവൺമെന്റ് പറയുന്നു, MP പറയുന്നു, MLA പറയുന്നു, രാഷ്ട്രീയക്കാർ പറയുന്നു. ഇപ്പോൾ വോട്ടിംഗ് നടക്കാൻ പോലെ പാർലമെന്റിന് എല്ലാവരും ഇവന്റെ പുറകെ പോയി വോട്ട് ചെയ്യല്ലേ? അതുപോലെ ഇവിടെ ഉള്ളവരെല്ലാം പട്ടിണി ദാരിദ്ര്യമാണ്. അത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തൊക്കെ ടയർ വ്യവസായികളുടെ ഇടപെടലുകൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഉണ്ട്. കാരണം അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുക, കർഷകരുടെ മിണ്ടാതിരിക്കുക. ഞാനടുത്ത് റബ്ബർ കർഷകരുടെ പ്രതിനിധിയായിട്ട് ഉള്ള ഒരാളെ UDF പരിഗണിക്കുമെന്ന് ഞാൻ കരുതിയത് കേട്ടോ. മോഹൻസിലൊക്കെ ആ കാര്യത്തിൽ താല്പര്യവും വരെ ഉണ്ടായിരുന്നു. കോട്ടത്തുള്ള ആളുണ്ട്, കോട്ടത്തിൽ വരുന്ന ആൾ കോട്ടത്തുണ്ട്, ഇല്ലായൊന്നുമില്ല. ഈ പ്രായമായവർ തന്നെ ഇവർക്ക് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി വേറെ അവസരം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇവരിൽ നിന്ന് ജനം എന്ത് പ്രതീക്ഷിക്കുന്നു? പക്ഷേ എന്നാലും ജനം ഇവർക്ക് പോയി വോട്ട് ചെയ്യും. അല്ല വേറെ മാർഗ്ഗമില്ല ജനത്തിനും. ജനം ഇങ്ങനെ കൈവലങ്ങുമായിട്ട് നടക്കുക ജനം മുഴുവനും. ഇപ്പോൾ ഒരു 50% റബ്ബർ കൃഷിയും വെട്ടുന്നില്ല, തോട്ടങ്ങൾ വെട്ടുന്നില്ല. ഒന്ന് മുതലാക്കില്ലാത്തതുകൊണ്ട്, തൊഴിലാളികളെ വെച്ച് മുതലാക്കിക്കാൻ പറ്റാത്തതുകൊണ്ട്, പിന്നെ പോയിട്ട് നമ്മളെ ചതിക്കുന്നു എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് മുഴുവനുണ്ട്. ഈ MRFിന്റെ ഒരു ഷെയറിന് 11 രൂപ സ്റ്റാർട്ടിങ്, ഇപ്പോൾ 1.5 ലക്ഷം രൂപയാ വില. ഇതെന്നെ ഇടപാടായത്? ഇത് ആരോടെ സംസാരിക്കുന്നത്? ആരോടെ ഇത് പറയുന്നത്? വിദ്യാഭ്യാസം ഉള്ളവരോട് പറയാൻ കൊള്ളാവോ? പിന്നെ അവന് വിദ്യാർത്ഥികളെ കഴിയാത്തതുകൊണ്ടാണ്. ആഭ്യന്തര വിപണിയിൽ റബ്ബർ ഉണ്ടാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉണ്ടാക്കുന്നത് കേരളത്തിൽ. അതാദ്യമായിട്ട് പഠിക്കണം. അതിൻ്റെ കാരണമുണ്ട്. ഇപ്പോൾ ഇവിടെ 1 ഏക്കറും 1/2 ഏക്കറും 3/4 ഏക്കറുകാരാണെങ്കിൽ സ്വന്തം സ്ഥലത്താണ് അത് കൃഷി ചെയ്യുന്നത്. ലോകത്ത് ഒരിടത്തും അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഏതെങ്കിലും ടയർ വ്യവസായികൾ ഏതെങ്കിലും രാജ്യത്ത് ചെന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് അവൻ്റെ ആവശ്യത്തിനുള്ള റബ്ബർ അവൻ ഉൽപ്പാദിപ്പിച്ച് സ്വന്തം ഉപയോഗത്തിനെടുക്കുക. ഞാൻ റബ്ബർ ഉണ്ടാക്കിയിട്ട് ഇത് വേണോ എടുക്കാവോ എന്ന് ചോദിച്ചിരുന്നു പോകുന്ന പരിപാടി ലോകത്തിൽ ഒരിടത്തും ഇല്ല, ഈ കേരളത്തിലല്ലാതെ.